അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ആണ് ഞാൻ ഫസ്റ്റ് ടൈം നിങ്ങളടുത്ത് എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ ഫാം ഹൗസിൻ്റെ കാര്യം പറഞ്ഞത്. ഫാം ഹൗസ് കാണിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ കുറേ പ്ലാനിങ് ആട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് മീൻ കൂട് എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്, പിന്നെ അതുപോലെ തന്നെ ആ സ്ഥലം എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സിക്യൂഷനാണ് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മേഘ്ന സ്റ്റുഡിയോ ബോക്സ്. ആദ്യം തന്നെ ആ സ്ഥലം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സിബി ചേച്ചി നമ്മുടെ ഫിഷിൻ്റെ കൂടിൻ്റെ പ്രൊമോട്ടറാണ് നമ്മുടെ പഞ്ചായത്തിൽ. അപ്പം ചേച്ചി വന്ന് ഈ സ്ഥലവും ഇതൊക്കെ ഒന്ന് അപ്രൂവൽ ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചി വന്നതാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യമുണ്ടല്ലോ ഒന്നും പറയണ്ട കേട്ടോ. കാരണം JCB വരേണ്ടി വന്നു ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ. കാരണം ഇവിടെ പുല്ല് മാത്രമല്ലായിരുന്നു കേട്ടോ, കുട്ടി ഈ കമ്പും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. കുട്ടി ചെടികളും അങ്ങനെയൊക്കെയുള്ള, അതായത് എൻ്റെ ഏകദേശം മുട്ടോളം പൊക്കം വരുന്ന ചെടികളും മരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ ഒരു പരുവത്തിലായി ഇതാ കൂട്ടിട്ടിരിക്കുന്നത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ, ഒരു ഏരിയയുടെ മാത്രം. അപ്പോൾ നാളെ തന്നെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട്, അതായത് മീനിൻ്റെ കൂടിൻ്റെ പണി തുടങ്ങാനായിട്ടാട്ടോ നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പികളും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ നാളെ പണിക്കാരൊക്കെ വരും. വിപിൻ്റെ മൊത്തത്തിലൊരു 8 പേരുടെ സംഘമാണ് വിപിനുള്ളതെന്നാണ് കേട്ടോ വിപിൻ പറയുന്നത്. അപ്പം വിപിൻ്റെ അടുത്ത് ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടം വരെ തൊട്ടാണ് പാലം ഇടുന്നത്, എവിടം വരെയാണ് പാലം ഇടുന്നത്, എവിടെ തൊട്ടാണ് കൂട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് ഡയമെൻഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് വിപിൻ എല്ലാത്തിനും എനിക്ക് വളരെ വിശദമായിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പാലിങ്ങനെ വരും. ഇത് ഇവിടെ ഫിക്സ് ആയിരിക്കുള്ളത്. ഇവിടെ നിന്നൊരു ചെറിയ സ്ലോപ്പ് കൂടെ അങ്ങോട്ട് ഒരു പച്ച ഇത് പോകുന്നുണ്ട്, അവിടെ വന്ന് ഈ പാലം കുത്തും. അപ്പോൾ ഇങ്ങനെ നേരെ വന്ന് നമുക്ക് ഇറങ്ങാം. സ്റ്റെബിലിറ്റി ആയിരിക്കുള്ളൂ, പിന്നെ ഹാൻഡ് റെയിൽ ഉണ്ടാവും, സേഫ്റ്റി ഉണ്ടാവും, ലേഡീസ് കിഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൂടിടാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പാലം വന്നിട്ട് ഇവിടെയാണ് കൂടിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെറ്റീരിയലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി നാളെ തൊട്ട് പണി തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ സാധാരണ എല്ലാവരും എത്ര ദിവസം ഒരു മാസം ആ ഒരു ഗ്യാപ്പൊക്കെ പറയും. ഇത് നമുക്ക് ഇത്രയും ഒരു നല്ല ഇത്തിരി വലിയ കൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് ഏറുമാടമൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്രയും സെറ്റപ്പ് 20 ദിവസം കൊണ്ട് എനിക്ക് ചെയ്ത് തീർത്തരാന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. വാക്കാണ് ഓക്കെ എന്നാ വിളിക്കാന്ന് വെച്ചിരിക്കുന്നത് സമയത്ത് എത്തിയേക്കണൊക്കെ സാധനം കറക്റ്റ് സമയത്താണല്ലോ. അങ്ങനെ നമ്മൾ സംസാരിച്ച് പെറുക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നോക്കിയപ്പോൾ റോഡ് സൈഡിൽ കൂടെ ഒരാൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സ്വന്തം തത്താൻറ്റി. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ അയൽവാസിയാണ് കേട്ടോ. എന്തൊരു ഹെൽപ്പ് വേണമെങ്കിലും അപ്പോൾ ഓടിയെത്തും. അവരുടെ കാര്യങ്ങൾ ഇട്ടിട്ട് വരെയാണ് പല സമയങ്ങളിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ തത്താൻറ്റി. അപ്പോൾ തത്താൻറ്റി കറക്റ്റ് എന്താ പറയുക, നമ്മൾ ഇന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് കൂടിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. കാരണം ഇന്നലെ കമ്പി ഇറക്കിയത് കറക്റ്റ് ആ സമയത്ത് തന്നെ തത്താൻറ്റി വന്നത് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് മാത്രമല്ല, കാരണം എനിക്ക് എന്റെ സ്വന്തം ചേച്ചിനെ പോലെയാണ്. നമുക്ക് ഞാൻ ഇരട്ടപ്പേര് ഇട്ടിരിക്കണത് എന്താണെന്നറിയോ, അമ്മേ നമ്മുടെ എമർജൻസി ലൈനിൽ നിന്ന് വിളിക്കൂ അങ്ങനെ പറയാറ്. എന്റെ ശക്തിയാണ് ഇപ്പൊ. അതെ അതെ. അപ്പൊ നമുക്ക് തത്താൻറ്റിന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിട്ട് തരാം കേട്ടോ. അങ്ങനെ തത്താൻറ്റിയുടെ കുറേ ഐഡിയാസൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ. അപ്പം നമ്മൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ. ഒരാളുടെ സജഷൻസ് ഇങ്ങനെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയാമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അല്ലേ? വിപിൻ എവിടെയും നോക്കി നടക്കണമെന്ന് അറിയാവോ? നാളെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ലൈൻ വലിക്കണമല്ലോ, കാരണം കറണ്ട് വേണമല്ലോ ഗ്രില്ല് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈൻ എവിടെ നിന്ന് വലിക്കും എന്ന് നോക്കി നടക്കുവാണ് ഈ കാണുന്നത്. വൃത്തിയാക്കണം. നെല്ലമായിരുന്നു ഇതുപോലത്തെ.
ഓക്കെ. അങ്ങനെ ടാറ്റ ബബ്ബയൊക്കെ പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ അന്നത്തെ ദിവസം. പിറ്റേ ദിവസം രാവിലെ കാണാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇതാ രാവിലെയായി. ഇന്നാണ് കൂടിൻ്റെ പണി ഒന്നൊന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ തന്നെ കമ്പികളൊക്കെ നമ്മളുടെ ഡയമെൻഷൻ അനുസരിച്ച്, അതായത് 4:3 റേഷ്യോയിലാണ് കേട്ടോ കൂട് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 4 കൂടാണ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതിപ്പോ മെയിൻ കൂടിന്റെ ഫ്രെയിമാണ്, അടി ഫ്രെയിമാണ് ഈ വന്നത്. ഇതുമാണ് നമ്മൾ ഡ്രം കെട്ടിയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ മുകളിലാണ് നമ്മൾ നടപ്പാതയൊക്കെ വെച്ച് ഫിറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ദിവസമാണ് ഇന്നാണ് ഇതിന്റെ പണി തുടങ്ങിയേക്കുന്നത്. അപ്പോൾ 4:3 റേഷ്യോയിൽ നമ്മൾ കമ്പികളൊക്കെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത്, ഇതാണ് അടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം കേട്ടോ. അതായത് ഏറ്റവും അടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് ഓരോന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്ര സ്ട്രോങ് ആയിരിക്കണം താഴെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും. നമ്മൾ പറയില്ലേ ഫൗണ്ടേഷൻ നന്നായാലേ ബിൽഡിങ് സ്ട്രോങ് ആവുള്ളൂ എന്ന്, അതുപോലെ തന്നെ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതാണ് ഫ്രെയിം അവർ കട്ട് ചെയ്ത് ആ 4:3 റേഷ്യോയിൽ കറക്റ്റായിട്ട് ഡയമെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ 4 കൂടിൻ്റെ 4 ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ഇവിടെ 1, 2 ഇതിൽ തന്നെ 2 എണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1, 2, 3, 4 ഫ്രെയിമിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. സന്തോഷത്തിനെക്കാട്ടിയും കൂടുതൽ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ ആ ഫൈനൽ റിസൾട്ട് കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കിട്ടുന്നത് അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ്. എന്താ ഓക്കെ അടുത്തെന്താണെന്ന് കാണുമ്പോഴാണ്. എന്താ ഒരു സന്തോഷം. ഫ്രെയിമിൽ ചവിട്ടല്ലേ. ഏറ്റവും താഴെയുള്ള ഫ്രെയിം ആയതുകൊണ്ടും നമ്മളുടെ കൂട് വെള്ളത്തിലാണ് 24/7 കിടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറും അതിൻ്റെ മുകളിൽ പെയിൻ്റൊക്കെ അടിക്കുന്നത് കേട്ടോ. പ്രൈമർ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കളർ അടിക്കുകയാണ്. ഇനാമൽ കളർ റെഡ് അടിക്കുകയാണ്, ഫിനിഷ് കളർ. ദീരിക്കുട്ടനും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ എൻ്റെ സ്വപ്നത്തിൻ്റെ കൂടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന, തുടക്കം തൊട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ദീരിക്കുട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും സമാധാനവും അവനും ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് മാടത്തിന്റെ അടി ഫ്രെയിമാണ് കേട്ടോ. മെയിൻ ഫ്രെയിം റൂമിൽ, വെള്ളത്തിലെ റൂമിന്റെ അടി ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൂടുകളൊക്കെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ വിപിനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ആക്ച്വലി പറഞ്ഞതിനെക്കാട്ടിയും നല്ല ഭംഗിയായിട്ടും സ്ട്രോങ് ആയിട്ടും വിപിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ വിപിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, പിന്നെ ഡിസ്പ്ലേയിലും കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഷെഡിൻ്റെ ഫ്രെയിം വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് പാലത്തിൻ്റെ ഫ്രെയിം വർക്കാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ലാൻഡിൽ നിന്ന് വെള്ളത്തിലേക്ക്, അതായത് നമ്മുടെ കൂട്ടിലേക്ക് പോകാനായിട്ടൊരു പാലം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നേരെ തന്നെ കൂടിലേക്ക് ഇറങ്ങാണ്ട് കുറച്ച് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ മീനിൻ്റെ കൂട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടൊരു പാലം വേണ്ടേ.
പിറ്റേ ദിവസമാണ് നമ്മുടെ മെയിൻ ഹീറോ, കൂടിൻ്റെ മെയിൻ ഹീറോ ലോഞ്ച് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഡ്രംസ് കേട്ടോ. അപ്പോൾ കൂടിൻ്റെ പണിയൊക്കെ ഒരു 70% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പെട്ടെന്ന് ഷൂട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹൃദയമില്ലേ, അതിൻ്റെ ഷൂട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 to 7 days ഞാൻ ഇവിടെ ഇരിക്കും, ഒരു 1 week. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴത്തേനും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു 90 to 95% ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവിടെ രീരിക്കുട്ടനാണ്. രീരിക്കുട്ടൻ അറിയില്ലേ, നമ്മുടെ രീരിക്കുട്ടൻ. അതെ, രീരിക്കുട്ടനാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് ഞാൻ പോന്നേക്കാണ് കേട്ടോ. അപ്പം ഇനി തിരിച്ചു പോയിട്ട് നോക്കാം അവിടെ എന്തായിട്ടുണ്ട്. ആകെ എന്താ പറയുക, എന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ 5 minute കൂടുമ്പോഴും ഞാൻ രീരിക്കുട്ടനെ ഇങ്ങനെ വിളിച്ച് വെച്ചോണ്ടിരിക്കുക, എന്താടാ അതെന്താടാ ഇങ്ങനെ ഉണ്ടായടാ, ഇന്ന് വീഡിയോ കോളിൽ വരോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്നിട്ട് വേണം നോക്കാൻ എന്തായി ഏതാ എന്നൊക്കെ.